വരുൺ രമേശിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് പ്രൈവസി കാര്യങ്ങളായിരുന്നു, പ്രൈവസി ഇഷ്യൂ ആയിരുന്നു നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിലോട്ട് തന്നെ പോവുകയാണ്. ശ്രീ വരുൺ രമേശ്, നമുക്ക് തുടങ്ങാം. എന്തൊക്കെയായ ഇതിലുണ്ടാവുന്ന പ്രൈവസി ഇഷ്യൂസ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ച് ഈ പറഞ്ഞ എയുടെ കയ്യിലെല്ലാം അങ്ങ് ഏൽപ്പിക്കാൻ പറ്റുമോ? അല്ല, അതിന് കൃത്യമായിട്ട് രണ്ട് തലമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന്, ഹ്യൂമാനിറ്റിക്ക് ഏറ്റവും വലിയ ത്രെട്ടാണ് എന്ന് പറയുന്ന ഒരു ഭാഗവും, അതിനപ്പുറത്ത് നേരത്തെ സാറൊക്കെ പറഞ്ഞതുപോലെയുള്ള വളരെ കൃത്യമായിട്ട് അതിനെ എങ്ങനെ യൂസ് കേസിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും. ഇത് നമ്മൾ സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കത്തി ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ആ മനുഷ്യൻ്റെ ഡിസ്കഷനാണ്. എങ്ങനെ അത് ഉപയോഗിക്കണം, ഏത് രൂപത്തിൽ അതിനുപയോഗിക്കണം. അത് വേണമെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ പച്ചക്കറി അരിഞ്ഞിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരാളെ കുത്തിക്കൊല്ലാൻ വേണ്ടിയും ആ കത്തി ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് ഇത് ടൂൾ. നമ്മൾ ഈ ടൂൾ എന്ന് പറയുന്നതിനപ്പുറത്ത് ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം അതായിരുന്നു, ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇറ്റ്സ് എ ന്യൂ ഡിജിറ്റൽ സ്പീഷീസ്. നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു തലച്ചോറിൻ്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിയായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സന്തത സഹചാരിയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് മൈക്രോസോഫ്റ്റ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായിട്ടുള്ള കോ പൈലറ്റ് ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ പേര് പൈലറ്റ് എന്നല്ല ഉണ്ടാക്കി. അത്രയും വലിയ അറിവുള്ള, അത്രയും ബൃഹത്തായ അറിവുകളിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ആ ആപ്ലിക്കേഷന് പൈലറ്റ് എന്നല്ല പേരിട്ടത്, അവർ കോ പൈലറ്റ് എന്നാണ്. അപ്പോൾ ആരാണ് ഇവിടെ പൈലറ്റ്? അവിടെ പൈലറ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. പിന്നെ ടൂളിൻ്റെ ഒരു കാര്യം കൂടെ അവിടെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഈ ക്രിയേറ്റീവ് മേഖലയിൽ ഒരു കാര്യം എടുക്കാം. അപ്പം ഞാൻ മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഡിജിറ്റൽ AI സ്റ്റോറി ടെല്ലിംഗ് പോലത്തെ കാര്യങ്ങളാണ്, ഫിലിം മേക്കിംഗ് പോലത്തെ കാര്യങ്ങളാണ്. ഇപ്പം ഒരുപാട് ടൂളുകൾ വരുന്നു, ഫോട്ടോസ് ജനറേറ്റ് ചെയ്യാനുള്ള ടൂളുകൾ വരുന്നു, വീഡിയോസ് ജനറേറ്റ് ചെയ്യാനുള്ള ടൂളുകൾ വരുന്നു. അങ്ങനെ നിരവധിയായ ടൂളുകൾക്ക് ഒരു പഞ്ഞവും AI ടൂളുകൾക്ക് യാതൊരു തരത്തിലുള്ള പഞ്ഞവും ഇല്ല. അപ്പം ഇങ്ങനെ ടൂളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ജോലി പോകുമോ? ഇതൊരു വലിയ കൺസേൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അവിടെ പോലും പിന്നെ എനിക്ക് തോന്നുന്നത്, നമുക്കിപ്പോൾ ഒരു ചിത്രകാരനല്ലാത്ത ഒരാൾക്ക് ഒരുപാട് നല്ല എന്താ പറയുക ബ്രഷുകൾ കിട്ടി, പലതരത്തിലുള്ള ക്വാളിറ്റിയുള്ള കുറേ ബ്രഷുകൾ കിട്ടി, കുറേ നല്ല ചായങ്ങൾ കിട്ടി, നല്ല വർണ്ണങ്ങൾ കിട്ടി, നല്ലൊരു ക്യാൻവാസ് കിട്ടി. ഇതെല്ലാം കിട്ടിയാൽ ഏതൊരാൾക്കും ചിത്രം വരയ്ക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ചിത്രകാരൻ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമാണ് ആ ക്രിയേറ്റിവിറ്റി ആ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പം ഈ AI കാര്യത്തിൻ്റെ അകത്ത് അതിൻ്റെ ഏറ്റവും നട്ടലായിട്ടുള്ള പ്രോംപ്റ്റ് നമുക്കറിയാമല്ലോ. ഈ AI കാര്യത്തിൻ്റെ അകത്താണ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന സാധനം. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാം, ഇത് ചോദ്യങ്ങൾ, നമ്മൾ ChatGPT ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രോംപ്റ്റുകൾ എത്രത്തോളം നന്നായി കൊടുക്കുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് കൃത്യമായിട്ടൊരു റിസൾട്ട് കിട്ടൂ. അപ്പോൾ പ്രോംപ്റ്റുകൾ ആർക്കാണ് നന്നായി കൊടുക്കാൻ വേണ്ടി പറ്റുക? ക്രിയേറ്റീവ് മേഖലയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രോംപ്റ്റുകൾ ആർക്കാണ് നന്നായി കൊടുക്കാൻ വേണ്ടി പറ്റുക? അത് ആ ഡൊമൈൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ എണ്ണച്ചായത്തിനെ കുറിച്ചുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഒരു സേ ഉണ്ടാവില്ല. പക്ഷേ ഒരു ചിത്രകാരന് കൃത്യമായിട്ട് എവിടെ ഏത് നിറം, ഏത് കളർ, ഏത് ഷെയ്ഡ്, എവിടെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ തോതിലുള്ള ഗുണങ്ങൾ ഒരു ഭാഗത്തുണ്ട്, അതിനുള്ള ദോഷങ്ങൾ വേറൊരു ഭാഗത്തുണ്ട്. അത് നമ്മൾ വ്യക്തികൾ എന്നുള്ള രീതിയിലല്ല, രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്ത് എന്താ പറയുക, അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും.